ഹായ് ഹലോ, ഇന്ന് ഞാനൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാമ്പാർ തന്നെയാണ്. ഈ ഒരു സാമ്പാർ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 ചെറിയുള്ളി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പരിപ്പ് നേരത്തെ വെള്ളത്തിൽ കുതിരാൻ വെച്ച പരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ വെള്ളത്തിൽ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ പച്ചക്കറികളുടെ കൂടെ തന്നെയാണ് കേട്ടോ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ്. ഇത് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാമ്പാറിലേക്ക് പച്ചക്കറി ആയിട്ട് നമുക്ക് എല്ലാതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് പുളിക്ക് ഞാനൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളിയുടെ ഒരു മുറി ചേർത്ത് കൊടുത്താലും മതിയാകും. ക്യാരറ്റ്, ബീട്രൂട്ട്, വഴുതനങ്ങ ഒന്നും കൂടുതലായിട്ടാണ് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതൊക്കെ ചെറിയൊരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതൊരു 2 വിസിൽ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കർ വിസിൽ എത്രത്തോളം നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു വിസിൽ കൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പും പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എണ്ണയിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഈ പച്ചക്കറികളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേവിച്ചപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും ലേശം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങ, ഈ ഒരു സമയത്ത് തന്നെ തേങ്ങയൊക്കെ ചേർക്കേണ്ടവർക്ക് ഇങ്ങനെ ഉഴുന്നും കടുകൊക്കെ പൊട്ടിച്ച ശേഷം ലേശം തേങ്ങയും അതുപോലെ തന്നെ ഉഴുന്നും ഉലുവയും കടുകൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെ അരച്ചെടുത്താലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരക്കാതെയുള്ള കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി സ്പൂണ് സാമ്പാർ പൊടിയാണ്. എണ്ണ നന്നായി ചൂടായത് കൊണ്ട് തന്നെ ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടാണ് കേട്ടോ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാമ്പാറിലേക്കുള്ള പരിപ്പ് നിങ്ങൾക്ക് കറിക്കുള്ള കുറുക്കത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു 2 കയ്യിൽ പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള കുറുക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചുള്ളൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ഉണ്ടാക്കുന്നവർക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് തന്നെ പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മറന്നത് കൊണ്ട് തന്നെ ലാസ്റ്റാണ് കായപ്പൊടി ചേർത്ത് കൊടുത്തത്. ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ എണ്ണ നന്നായി ചൂടായിട്ട് തന്നെ തീ ഓഫാക്കിയിട്ടാട്ടോ ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ തന്നെ നല്ലോണം പൊടികളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആ എണ്ണയിലേക്ക് തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ച പച്ചക്കറികളെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. സാമ്പാർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായത്തിൻ്റെ പൊടി ഒരു 1/4 സ്പൂൺ തന്നെ മതിയാകും. എന്നിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതലോ കുറവൊക്കെ നമുക്ക് നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കായപ്പൊടി. അപ്പോൾ ഈ ഒരു കായപ്പൊടി നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും കേട്ടോ. അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് അടപ്പൊക്കെ നന്നായി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നിൽക്കും, അല്ലെങ്കിൽ കട്ട പിടിക്കും, പിന്നെ അത് കിട്ടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയില നിങ്ങൾക്ക് മല്ലിയിലേൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. സാമ്പാർക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.